ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 36. ഉത്പത്തിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെ വചനങ്ങൾ. അതുകൊണ്ട് ദൈവമായ യാഹ്വേ മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്നവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ല് കൊണ്ട് ദൈവമായ യാഹ്വേ ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. വിവാഹം എന്ന ഉടമ്പടിയുടെ സ്ഥാപനമാണ് നമ്മളിവിടെ കാണുന്നത്. എസെക്കിയേൽ 16:8, മലാക്കിയുടെ പുസ്തകം, മലാക്കി പ്രവാചകൻ്റെ 2:14 ഇതിലേക്കുള്ള റെഫറൻസ് ഉണ്ട്. ദൈവം ഇത് സംവിധാനം ചെയ്തതിനുള്ള ഉദ്ദേശങ്ങൾ ഇവയാണ്. ഒന്ന്, സ്ത്രീയും പുരുഷനും തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടത്. ഉൽപ്പത്തി 2:23. സ്ത്രീയും പുരുഷനും തമ്മിൽ. സ്ത്രീയും തമ്മിലോ പുരുഷനും തമ്മിലോ വിവാഹം സാധ്യമല്ല. അപ്പോൾ പെട്ടെന്ന് ചിലവ് ചോദിക്കാം, ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ആശീർവദിക്കാൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അവരുടെ ബന്ധത്തെ ആശീർവദിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല. വ്യക്തികൾ ആശീർവദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാപത്തിലാണ് ജീവിക്കുന്നത്. ലെസ്ബിയൻ അല്ലെങ്കിൽ ഹോമോസെക്ഷലൊക്കെ ആയിരിക്കുന്ന ആളുകൾ അവർ മനുഷ്യരാണ്, പാപാവസ്ഥയിലാണ്. അവരുടെ പാപകരമായ ബന്ധത്തെ ആശീർവദിക്കാനല്ല, അവരെ വ്യക്തികളെ ആശീർവദിക്കാനാണ് മാർപ്പാപ്പ പറഞ്ഞത്. കാരണം സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലും കല്യാണം കഴിക്കാൻ കഴിയില്ല. ഭാര്യയും ഭർത്താവും ഒരു മാംസമായ തരത്തിലുള്ള അത്യഗാധമായ ബന്ധമാണ് വിവാഹം. ഉത്പത്തി 2:24. ചേർന്ന ഇണകളും തുല്യ പങ്കാളികളും എന്ന നിലയിൽ ഭാര്യയും ഭർത്താവും പരസ്പരം തുണയാകാനും പിന്തുണയാകാനും ആ ബന്ധത്തിൽ നിന്ന് മക്കൾ ഉണ്ടാകാനും ഇതൊക്കെയാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഉൽപ്പത്തി 2:18. വർദ്ധിച്ചു പെരുകാനായി മക്കൾ ജനിപ്പിക്കുന്നതും അവരുടെ കർത്തവ്യമാണല്ലോ. അപ്പോൾ ഈ ജനിപ്പിച്ചാൽ മാത്രം പോരാ, നല്ലവരെ വളർത്തും വേണം. അപ്പോൾ വിവാഹത്തിൻ്റെ 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും മക്കളുമാണ്. ഇതാണ് 2 ലക്ഷ്യങ്ങൾ. ഈ സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലായാൽ ഇത് നടക്കില്ല. മക്കളെ ജനിപ്പിക്കാൻ പറ്റുമോ? മാത്രമല്ല, അവിടെ യഥാർത്ഥ സ്നേഹമില്ല. സ്വാർത്ഥതയല്ലാതെ, ഒരു സുഖം ആസ്വദിക്കാനുള്ള ഒരു ത്വരയല്ലാതെ വിവാഹത്തിൻ്റെതായ ഒരു ലക്ഷ്യം അവിടെ നടക്കില്ല. ഞാൻ പണ്ട് ബെർലിനിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഈ ലെസ്ബിയൻ എന്ന് പറയുന്നവരുടെ ഒരു ഗ്രൂപ്പ്, അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഒരു കാപ്പി കുടിക്കാൻ വരുമോ? അതൊരു റിസ്ക്കുള്ള സംഗതിയാണ്. ചെന്നില്ലെങ്കിൽ സഭ അവരുടെ കൂടെ അല്ലെന്ന് വരും. ചെന്നാൽ അവർ ഫോട്ടോ എടുത്തിട്ട് അച്ഛൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് പോയി. അപ്പോൾ ഒരു ഈ 10-12 പേരുണ്ട്. ഈ ലെസ്ബിയൻ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്, പല രാജ്യങ്ങളിലുള്ളവരാണ്. അങ്ങനെ ഒരു കഫറ്റേരിയയിൽ പോയി കാപ്പി കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ലെസ്ബിയനൊക്കെ ആണെന്ന് പറയുന്നു, നിങ്ങൾ ഈ ശാരീരികമായി അങ്ങനെ അതായത് ബന്ധപ്പെടാൻ കഴിയില്ല പലതിനും, എന്നാലും ഒരുമിച്ച് കിടക്കുമ്പോൾ ഒരാൾ ഈ രണ്ടും പെണ്ണാണ്, അപ്പോൾ നിങ്ങൾ രണ്ടും പെണ്ണായിട്ട് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു, അല്ല, ഞങ്ങൾ അതിൽ ഒരാൾ ആണായിട്ട് അഭിനയിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ആണായിട്ട് അഭിനയിക്കുന്നതും അതിനേക്കാൾ ഭേദം ഒരു ആണുണ്ടായാൽ പോരെ, എന്തിനാ ഈ അഭിനയിക്കാൻ പോകുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ബന്ധത്തിൽ പോലും ഒരാൾ ആണായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ഒരു ഒരു വഞ്ചനയുണ്ട്, ഒരു കബളിപ്പിക്കലുണ്ട്, ഒരു ചതിയുണ്ട്. ആണല്ലാത്ത ആൾ ആണായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ വെറും തൃഷ്ണ, ത്വര, കാമപൂരണം അതല്ലാതെ അതിനപ്പുറത്തില്ല. തീർച്ചയായിട്ടും അവരുടെ പാപാവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടാകാം, ജനറ്റിക്കൽ ഇഫക്ട്സ്, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും അതൊന്നും തന്നെ വിവാഹത്തിൽ കലാശിക്കാൻ പറ്റുന്ന അതിനുള്ള ന്യായങ്ങളല്ല. അവർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാപാവസ്ഥ മനസ്സിലാക്കണം. ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാം, ഹോർമോൺ പ്രശ്നങ്ങളുണ്ടാകാം, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പിന്നെ ജന്മന അങ്ങനെയായിട്ടുള്ള കുറേ പേരുണ്ട്. അവരൊക്കെ നമ്മൾ സഹായിക്കാൻ വേണ്ടി സഭ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കന്യാസ്ത്രീമാരൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വിവാഹം എന്ന കൂതാശയിലേക്ക് വരാൻ പറ്റുന്നതല്ലോ. വിവാഹം എന്ന കൂതാശയ്ക്ക് ഈ 2 ലക്ഷ്യങ്ങളുണ്ട്. ആ 2 ലക്ഷ്യങ്ങളിൽ രണ്ടും നിറവേറുന്ന ഇതുപോലെ ആയിരിക്കുന്ന ഒരു സംവിധാനത്തിലേ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അതാണ് കർത്താവ് പറയുന്നത്. ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ അതൊരു വിവാഹത്തിൻ്റെ ഉടമ്പടിയായിട്ട് കർത്താവ് സ്ഥാപിക്കുകയാണ്. ദമ്പതികളുടെ സുസ്ഥിരവും ശാശ്വതവുമായ ഉടമ്പടിയായിട്ടാണ് ദൈവം വിവാഹത്തെ വിഭാവനം ചെയ്തതെന്ന് യേശു പിന്നീട് പഠിപ്പിക്കുന്നത് ഈ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മർക്കോസ് 10:1, 10-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെ, മത്തായി 19:3 മുതൽ 9 വരെ. ദമ്പതികളെ സുസ്ഥിരവും ശാശ്വതമായ ഉടമ്പടിയായിട്ടാണ്
ദൈവം വിവാഹത്തെ വിഭാവനം ചെയ്തത്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത്, ഈശോമിശിഹ സംസാരിക്കുന്നത്. യേശുവും അവൻ്റെ ആത്മീയ വധുവായ സഭയും തമ്മിലുള്ള അലംഘനീയ സ്നേഹബന്ധത്തിൻ്റെ പ്രതീകമായിട്ടാണ് പൗലോസ് ലീഗ എഫേസസ് ലേഖനത്തിൽ 5:21 മുതൽ 33 വരെ വചനങ്ങളിൽ പറയുന്നത്. അതായത് ഈശോമിശിഹായും സഭയും തമ്മിലുള്ള ഒരു വൈവാഹിക ബന്ധമുണ്ട്, ആത്മീയ വിവാഹമുണ്ട്. അതിലേക്ക്, ആ രഹസ്യത്തിലേക്കാണ് വാസ്തവത്തിൽ ഭാര്യയും ഭർത്താവും പ്രവേശിക്കുന്നത്. സഭയും ഈശോയും തമ്മിലുള്ള ഒരു വൈവാഹിക ബന്ധമുണ്ട്, ആത്മീയ ബന്ധമുണ്ട്, ഒരു മിസ്റ്റിക്കൽ മാരേജ്, ഒരു യോഗാത്മക കല്യാണം. ആ രഹസ്യത്തിലേക്കാണ് ദമ്പതികൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂതാശയാകുന്നേ. അപ്പോൾ ഇത് തോന്നി പോലെ ചെയ്യാൻ പറ്റുന്ന സംഗതിയല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്, പൗലോസ്ലീഹയും പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഗാംഭീര്യം, അതായത് ഈ വിവാഹം എന്ന ഉടമ്പടിയിൽ ഗാംഭീര്യം കാണിക്കാൻ ചില വചനങ്ങൾ ബൈബിൾ ഗ്രന്ഥകാരൻ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ആദാമിനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി. പുരുഷനിൽ ദൈവം നടത്തുന്ന സൃഷ്ടിയുടെ പരിവർത്തനം, അത് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഉറക്കം. പുരുഷനിലെ ദൈവം നടത്തുന്ന സൃഷ്ടിയുടെ ഒരു പരിവർത്തനം, ഒരു ക്രിയേറ്റീവ് ട്രാൻസ്മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? ഇപ്പം നമ്മൾ ഈ കോവിഡ് വന്നപ്പോൾ മ്യൂട്ടേഷൻ ജനിതക മാറ്റം വന്ന് പുതിയ തരത്തിലുള്ള വൈറസ് ഉണ്ടാകണം. അതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുക. ഇവിടെ ക്രിയേറ്റീവ് ട്രാൻസ്മ്യൂട്ടേഷൻ, അതായത് സൃഷ്ടിയുടെ ഒരു പരിവർത്തനം, അത് പുരുഷനിൽ നടത്താൻ പോവാണ് ദൈവം. അതുകൊണ്ടാണ് അവനെ ഉറക്കിക്കെടുത്തുന്നത്. 2-1 എന്ന ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. 2-1, അതായത് അതുപോലെ 1-2, ഈ രണ്ടും കൂടി നടക്കുകയാണ്. 2-1, 1-2. 2-1 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആദാമിൽ നിന്ന്, പുരുഷനിൽ നിന്ന് സ്ത്രീ എടുക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ എന്ന ഒന്നിൽ സ്ത്രീയും പുരുഷൻ എന്ന 2 യാഥാർത്ഥ്യങ്ങളും. അപ്പോൾ പരസ്പരം പൂരകമാണ്. സ്ത്രീയുടെ മുഖം പുരുഷന് വേണ്ടിയും പുരുഷന്റെ മുഖം സ്ത്രീക്ക് വേണ്ടിയും ആയിരിക്കും. ഇതൊക്കെ ആ സൃഷ്ടികർമ്മത്തിലുള്ള ഒരു സംഗതിയാണിത്. അത് ദൈവം സൃഷ്ടിച്ചതാണ്. പുരുഷനിൽ നിന്ന് സ്ത്രീ വന്നു, അതുകൊണ്ട് ഈ സ്ത്രീ പുരുഷനിലേക്ക് തിരിച്ചു പോകണം. പിന്നീട് നമുക്കറിയാം, ബാക്കി എല്ലാവരുടെ കാര്യത്തിലും പുരുഷൻ സ്ത്രീയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പുരുഷൻ സ്ത്രീയിലേക്ക് പോകണം. അങ്ങനെയുള്ള ഈ പൂരകത്വമാണ് ഈ പറയുന്നത്. അപ്പോൾ പൂരകത്വത്തിൻ്റെ സൃഷ്ടി അത് നടക്കുമ്പോൾ ആദാമിനെ ഉറക്കിക്കെടുത്താണ്, ഗാഠനിദ്രയിൽ ആഴ്ത്തുകയാണ്. ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്. ലൈംഗികത എന്ന വാക്ക് ശരിക്കും പറഞ്ഞാൽ സെക്സ് എന്ന വാക്കിന് കറക്റ്റ് തർജ്ജമയല്ല. ലൈംഗികത എന്ന് പറഞ്ഞാൽ ലിംഗത്തെ സംബന്ധിച്ചതെന്നാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ വെറും ലിംഗത്തെ സംബന്ധിച്ചതല്ല. നമ്മുടെ ഈ ആത്മാവും ശരീരവും മനസ്സും ഹൃദയവും എല്ലാം ഉൾച്ചേർന്ന ഒരു സർഗപ്രക്രിയയാണ് സെക്സ് എന്ന് പറയണേ. സർഗപ്രക്രിയ സൃഷ്ടിപരത. അത് ലൈംഗികത എന്ന വാക്ക് പറയുമ്പോൾ ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചുരുങ്ങിപ്പോകുകയാണ്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് നല്ലതായിരിക്കുമ്പോൾ തന്നെ ദൈവം സൃഷ്ടിച്ചതായതുകൊണ്ട് ദൈവം അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതെവിടെയൊക്കെ ശരിയായി ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ദൈവം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്തും അതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നത് പാപമാകും. കാരണം അതിൻ്റെ ലക്ഷ്യം ദൈവമാണ് സൃഷ്ടിച്ചത്. അത് സൃഷ്ടിച്ചത് ദൈവമാണ്, ലക്ഷ്യം സൃഷ്ടിച്ചത് ദൈവമാണ്. അതിന് ദൈവഹിതത്തിന് ചേർന്ന് ചെയ്താലേ അതിൽ തൃപ്തി ഉണ്ടാകൂ, അതിൽ സന്തോഷമുണ്ടാകൂ, അതിൽ സ്ഥിരതയുണ്ടാകൂ, അതിൽ വിശ്വസ്തതയുണ്ടാകൂ, ബന്ധം ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റൂ. നമ്മൾ ഇപ്പോൾ ലോകത്തിൽ ഒരുപാട് ഡൈവോഴ്സസ് നടക്കുന്നു. ലോകത്ത് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഏറ്റവും മുഖ്യ കാരണം എന്താണ്? ഈ സ്വതന്ത്ര സെക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ സെക്സ് അനുവദിക്കുന്ന കമ്മ്യൂണിറ്റികളിൽ പോലും വിവാഹമോചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിലെ അവിശ്വസ്തത. ഭാര്യയ്ക്ക് ഭർത്താവ് അല്ലാതൊരു ബന്ധം ഉണ്ടാകുക, ഭർത്താവിന് ഭാര്യ അല്ലാതെ ബന്ധം ഉണ്ടാകുക. ഈ സ്വതന്ത്ര സെക്സ് പഠിപ്പിക്കുന്നവർക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ വിവാഹമോചനത്തിൽ വലിയ ശതമാനം വിവാഹമോചനത്തിന് കാരണങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം സൃഷ്ടിച്ചതാണ് സെക്സ്. അതിന് ദൈവം ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതുപോലെ അത് എങ്ങനെയൊക്കെ എവിടേക്ക് ഉപയോഗിക്കാം, എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്, അതിനൊരു മാർഗം ദൈവം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ളതും അതിന് പുറത്തുള്ളതും തെറ്റായിട്ട് വരും. പൊതുവായിട്ട് എത്ര പറയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ഓരോ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ നമുക്ക് കാണാം. ആദാമിനെ ഗാഠനിദ്രയിൽ ആഴ്ത്തിയിട്ട് വാരിയല്ലുകളിൽ ഒന്നെടുത്ത് വാരിയല്ല് അങ്ങനെയാണോ തർജ്ജമ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ആളുകൾക്ക് തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല.
ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് വാരിയല് എന്നതിനേക്കാൾ നല്ല പരിഭാഷ പാർശ്വം എന്നാണ്. പാർശ്വം, വാരിയല് എന്നുള്ള വാക്കല്ല, പാർശ്വമാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. അതാണ് കുറച്ചുകൂടി ശരി. എനിവേ, ആദ്യ സ്ത്രീ ആദ്യ പുരുഷന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. വാരിയൽ എന്നൊന്നും ഉദ്ദേശിക്കുന്നതാണെങ്കിലും പാർശ്വം എന്നാണെങ്കിലും ആദ്യ സ്ത്രീ ആദ്യ പുരുഷന്റെ അതേ സത്തയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു. 1 കൊറിന്തോസ് 11:8. പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗികതയോടെയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് ശരി തന്നെ, എങ്കിലും ഒരേ സത്തയാണ്. പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗികതയോടെയാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും മനുഷ്യ സത്തയാണ് സ്ത്രീയിലുള്ളത്. അതുകൊണ്ടാണ് അവൻ്റെ വാരിയല് അല്ലെങ്കിൽ പാർശ്വം എന്ന് എഴുതിയിരിക്കുന്നത്. പരസ്പരം പൂരകമാണ് സ്ത്രീയും പുരുഷനും. സ്ത്രീ ഒരു കാരണവശാലും പുരുഷനേക്കാൾ താഴെയല്ല, ഒരു കാരണവശാലും. പുരുഷന്റെ സത്തയാണ് സ്ത്രീക്കുള്ളത്. അതാണ് ബൈബിൾ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരേ സത്തയാണ്, രണ്ടുപേർക്കും 2 ലൈംഗികതയാണ് ഉള്ളതെങ്കിലും ലിംഗം വ്യത്യാസമുണ്ടെങ്കിലും ഒരേ മനുഷ്യ സത്തയാണ്. മനുഷ്യന്റെ അന്തസ്സ് പുരുഷന് എന്തുമാത്രമുണ്ടോ അത്രയും തന്നെ അന്തസ്സ് സ്ത്രീക്കുമുണ്ട്. അവരുടെ ദൗത്യങ്ങൾ വേറെയാണ്, പക്ഷെ അന്തസ്സ് തുല്യതയുള്ളതാണ്. ഈ സ്ത്രീയും പുരുഷനും എതിർലിംഗത്തിൽപ്പെട്ടവരല്ല. പണ്ട് അങ്ങനെ ഓപ്പോസിറ്റ് സെക്സ് എന്ന് പറഞ്ഞിരുന്നത്. ഓപ്പോസിറ്റ് സെക്സ്, എതിർലിംഗം അല്ല, പൂരക ലിംഗമാണ്, കോംപ്ലിമെന്ററി സെക്സ് ആണ്. അതുകൊണ്ടാണ് പുരുഷന്റെ സത്തയിൽ നിന്ന് വാരിയലോ പാർശ്വത്തിൽ നിന്നോ സ്ത്രീക്ക് ജന്മം കൊടുക്കുന്നത്. അവർ പരസ്പരം പൂരകമാണ്, എതിരല്ല. സ്ത്രീയും പുരുഷനും ഒന്നായി തീരണമെന്നതാണ് ദൈവഹിതം. അവർ തുല്യതയുള്ള പങ്കാളികളാണ്, ഒപ്പം സഞ്ചരിക്കുന്ന സഹചാരികളാണ്, സഹധർമ്മിണി അല്ലേ. ഈ ഭാര്യ പറഞ്ഞ സഹധർമ്മിണി എന്നാണ്. ഭർത്താവിൻ്റെ ധർമ്മത്തിൽ സഹധർമ്മിണി, പങ്കുചേരുന്ന ധർമ്മിണിയാണ്. അപ്പോൾ അതുപോലെ തന്നെ പുരുഷനും സഹധർമ്മകനാണ്, സ്ത്രീയുടെ സത്തയിൽ ധർമ്മത്തിൽ പങ്കുചേരുന്നവൻ. ഇതാണ് ബൈബിളിൻ്റെ കാഴ്ചപ്പാട്. മക്കളെ ജനിപ്പിക്കണമെന്ന് പരസ്പരം സ്നേഹിക്കുക, മക്കളെ ജനിപ്പിക്കുക. ഇങ്ങനെ 2 ലക്ഷ്യങ്ങളാണ് ഈ വിവാഹ ഉടമ്പടിക്ക് ഉള്ളത്. ലൈംഗികതയുടെ ലക്ഷ്യം അതുതന്നെയാണ്. അപ്പോൾ മക്കളെ ജനിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട്, അതുപോലെ തന്നെ പരസ്പരം ആനന്ദിക്കുക എന്ന ലക്ഷ്യമുണ്ട്. പരസ്പരം ആനന്ദിക്കുക. പണ്ട് ഈ പലപ്പോഴും വിചാരിച്ചിരുന്നത് മക്കളെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാരെന്നൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നത്. അത് തെറ്റായ പ്രബോധനമാണ്. അത് ബൈബിളിൻ്റെ വെളിച്ചത്തിലുള്ളതല്ല. അത് തെറ്റായ ഏതൊക്കെയോ ഈ ചിന്തകൾ കയറി വന്നതാണ്, ഫിലോസഫി കയറി വന്നതാണ്. ഈ പ്രണയമില്ലാത്ത ദാമ്പത്യം അത് വിരസത ജനിപ്പിക്കും. പ്രണയമില്ലാത്ത ദാമ്പത്യം വിരസതയുണ്ടാക്കും. വിപരീത ദിശയിൽ സുഖം ആസ്വദിക്കാൻ മാത്രം ലൈംഗികത ഉപയോഗിച്ചാൽ, അതായത് മക്കൾ ജനിപ്പിക്കുകയും വളർത്തി നാടിനും സഭയ്ക്കും കുടുംബത്തിനുമൊക്കെ അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ അതും ഈ വിവാഹത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ്. അതായത് കുടുംബത്തിന് ദൈവം ഒരു ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചാണ് ഇപ്പം സർക്കാരുകളൊക്കെ പഠിപ്പിക്കുന്നത്. സഭ പഠിപ്പിക്കുന്നതിനേക്കാൾ സർക്കാർ പഠിപ്പിക്കുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം. സർക്കാർക്ക് 5 കൊല്ലത്തെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ സർക്കാർ എന്താ പറയണേ? വിദ്യാഭ്യാസം ജോലി, വിദ്യാഭ്യാസം ജോലി. ഇത് മാത്രമാണ് ഇപ്പം നമ്മുടെ ആളുകളൊക്കെ അത് വിചാരിച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഈ വിദ്യാഭ്യാസം ജോലി എന്തിനു വേണ്ടിയാ? ഈ ഒരു സത്യനന്ദികാടനൊരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ജയറാമിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചാൽ നീ ആർക്ക് വേണ്ടി ജീവിക്കുക? നിൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ മരിച്ചാൽ നീ ആർക്ക് വേണ്ടി ജീവിക്കുക? നമുക്ക് ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാൻ പറ്റൂ? ഈ ജോലിയും പിന്നെ വിദ്യാഭ്യാസം ജോലി മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ്? അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള ഇല്ലേ, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അയൽപ്പക്കക്കാർക്ക് വേണ്ടിയും അങ്ങനെ ഒരു ജീവിയാണ് മനുഷ്യൻ. വെറുതെ ജോലി കിട്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടായി ജോലി കിട്ടി കുറച്ച് കഴിയുമ്പോൾ ലക്ഷ്യം നിറവേറാൻ പറ്റാതെ പോകും. ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി കല്യാണം കഴിക്കാതിരിക്കാം, അതിൽ തെറ്റ് പറയുന്നില്ല. അങ്ങനെയാണ് വൈദികർ. അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാർ അങ്ങനെയുണ്ട്. അത് അവർക്ക് വിവാഹത്തെക്കാൾ ഉന്നതമായ ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഈ വിവാഹം ജോലിയും മാത്രമായിട്ട് എല്ലാവരും ഇരുന്നാൽ ഈ പ്രപഞ്ചം തന്നെ നിന്ന് പോകില്ലേ? മനുഷ്യരുണ്ടാകുമോ? സഭയുണ്ടാകുമോ? നിങ്ങളുടെ കുടുംബം ഉണ്ടാകുമോ? പിന്നെ ഈ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിലാണ് ശരിക്കും മനുഷ്യൻ്റെ ആനന്ദം. അതുണ്ടാകില്ല, യഥാർത്ഥ ആനന്ദം ഉണ്ടാകില്ല. വിദ്യാഭ്യാസം ജോലി മാത്രമായാൽ സ്വാർത്ഥരായി നമ്മിൽ തന്നെ അടച്ചുപൂട്ടപ്പെട്ട് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. പുരുഷന്റെ ശിരസിൽ നിന്നോ പാദത്തിൽ നിന്നോ എടുക്കാതെ
വാരിയല്ലുകളിൽ ഒന്ന് എടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥം, അതിനുണ്ട് ഒരു പ്രസക്തമായ സത്യമുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നാൽ നേരത്തെ പറഞ്ഞ സത്യം തന്നെയാണ്. സ്ത്രീ പുരുഷന് താഴെയുമല്ല മുകളിലുമല്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 369, 371 നമുക്കത് കാണാം. അതിനാൽ ഭർത്താവ് യജമാനും ഭാര്യ അടിമയുമല്ല. അവർ പ്രേമബദ്ധരാകേണ്ട പ്രിയതമനും പ്രിയതമയുമാണ്. ഒരാൾ യജമാനും മറ്റേ അടിമയുമായാൽ അപ്പം തന്നെ ഈ ദാമ്പത്യം പരാജയപ്പെട്ടു. മറിച്ച് പ്രിയതമനും പ്രിയതമയുമായാൽ തുല്യതയുള്ള, അതേസമയം ദൗത്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരസ്പര ബഹുമാനത്തിൽ നിന്നാണ് ദാമ്പത്യ സ്നേഹത്തിൻ്റെ കാന്തിക ശക്തി കണ്ടെടുക്കാനാകുക. ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുക, ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുക. ആ ബഹുമാനത്തിൽ നിന്നാണ് ഈ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഒരു കാന്തിക ശക്തിയുണ്ട്, അത് ശരിക്കും കണ്ടെടുക്കാൻ കഴിയുക. ഈ ലാക്ഷണികമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ, ലാക്ഷണികം എന്ന് പറഞ്ഞാൽ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ, ലാക്ഷണികമായിട്ട് ലക്ഷണകഥ. ആദാമിൻ്റെ ഉറക്കം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മുൻകൂട്ടിയുള്ളൊരു രൂപസൂചനയാണ്. ആദാമിൻ്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്ന ഹവ്വയാകട്ടെ യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് രക്തത്തിലും വെള്ളത്തിലും പിറക്കാനിരുന്ന സഭയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ജേല എന്ന വാക്കിനെ, ജേല അതാണ് വാരിയല്ലെന്ന് നമ്മൾ തർജ്ജമ ചെയ്യണേ. അതൊരു പാർശ്വമെന്നും തർജ്ജമ ചെയ്യാം. ജേല, TSELA, TSELA, ജേല. ആ ഹെബ്രായ വാക്കിന് വാരിയൽ എന്നതിനേക്കാൾ പാർശ്വം എന്നാണ് നല്ല പരിഭാഷ. അപ്പോൾ ആദാമിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ, യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് രക്തത്തിലും വെള്ളത്തിലും സഭ, മാമോദിസയിലും കുർബാനയിലും സഭ പിറന്നു വീഴുന്നു. ആ സഭയാകട്ടെ ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ്. യേശു സ്നേഹിക്കുന്ന എല്ലാ ശിഷ്യന്മാരുടെയും അമ്മയാണ് മറിയം എന്നതുപോലെ ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ് സഭ. ടേർട്ടുല്യം പറയുന്നതാണത്. ഗംഭീരമായ വ്യാഖ്യാനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഈ സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് പുരുഷന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവനൊരു പ്രേമഗീതം പാടുകയാണ്. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. സ്വാഭാവികമായി കുടുംബബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണിത്. ഉൽപ്പത്തി 29:14, ന്യായാധിപൻ 9:2 അത് കാണാം. ഇതേ വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ലാബാൻ, റബേക്കയുടെ ആങ്ങള യാക്കോബ്, അയാളുടെ അമ്മാവൻ്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പനെയും ചേട്ടനെയൊക്കെ ചതിച്ച കാര്യം വഞ്ചിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ലാബാൻ പറയുന്നുണ്ട്, മരുമോനോട് പറയുന്നുണ്ട്, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസമാണ്. ചതിയും വഞ്ചനയൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ തറവാട്ട് ഇല്ലേ, ഒസ്ത്യത്താണത്, നമ്മുടെ ലെഗസിയാണ്, പൈതൃകമാണ്. അണ്ണാൻകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലെ വഞ്ചനയും ചതിയൊക്കെ ഇല്ലേ, അത് പതിവാണെന്നുള്ള മട്ടിലാണ് അവിടെ സംസാരിക്കുന്നത്. അതായത് സ്വാഭാവികമായ അവരുടെ കുടുംബത്തിൻ്റെ പൈതൃകം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും, അതായത് പുരുഷൻ്റെ അതേ സത്തയാണ് സ്ത്രീ. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, മാംസത്തിൻ്റെ മാംസമാണ്. അപ്പോൾ വിവാഹം എന്ന ഉടമ്പടിയിലൂടെ വരൻ്റെയും അവരുടെ കുടുംബത്തിലെയും കുലത്തിലെയും അംഗമായി വധു മാറുന്നു. ഇനി മുതൽ അവളുടെ വീടും കുടുംബവും ഭർത്താവിൻ്റെതാണ്. അപ്പോൾ നീ എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു എന്ന ഒരു അർത്ഥം കൂടി ഈ അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസത്തിൻ്റെ അർത്ഥമുണ്ട്. നീ എൻ്റെ സത്തയാണ്, അതുകൊണ്ട് തന്നെ നീ എൻ്റെ കുടുംബത്തിലേക്ക് വരുന്നു. അതായത് വിവാഹ ഉടമ്പടിയിലൂടെ ഈ ചെറുക്കൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും ഒരു ഭാഗമായി മാറുകയാണ് വധു എന്നുള്ളത്. അതുപോലെ തന്നെ മറിച്ചുണ്ടാകാം. അതായത് പണ്ട് ഈ മേട്രിയാർക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു. പുരുഷൻ മാതാപിതാക്കൾ വിട്ട്, നമുക്ക് അതേക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം, മാതാപിതാക്കൾ വിട്ട് വധുവിനോട് ചേരും, ഭാര്യയോട് ചേരുമെന്ന് പറയുന്നുണ്ട്. അതിന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. നമുക്ക് അതേക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. പുരുഷനും സ്ത്രീയും മനുഷ്യത്വം എന്ന ഒരേ പ്രകൃതിയും അന്തസ്സുമുള്ളവരാണെന്ന സൂചന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ വരൻ്റെ കുടുംബത്തിലേക്ക് വധുവിനെ സ്വീകരിക്കുന്ന ഒരു പ്രതീകമാണ് അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ മറ്റൊരർത്ഥം കൂടി ഉണ്ടാകാം. അസ്ഥി ശക്തിയെയും മാംസം ബലഹീനതയെയും സൂചിപ്പിക്കാം. പുരുഷൻ്റെ ശക്തിയും ബലഹീനതയും സ്ത്രീയാണ്, സ്ത്രീയുടെ ശക്തിയും ബലഹീനതയും പുരുഷനാണ്. അങ്ങനെ അർത്ഥമുണ്ടാകാം. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും സ്ത്രീയെ. ഇതും ഒരു കവിതാശകലമാണ്. ഹെബ്രായ ഭാഷയിൽ ഈഷ് എന്ന് പറഞ്ഞാൽ നരൻ, ഈഷ് പുരുഷൻ, ഈഷ എന്ന് പറഞ്ഞാൽ സ്ത്രീ നാരി. ആക്ഷരികമായ ഈ വാക്കിന്, ഈഷ എന്ന വാക്കിന് ശൃംഗാരൻ എന്നാണ് അർത്ഥം. ശൃംഗാരൻ. നാരി, ഈഷ എന്ന വാക്കിന് ശൃംഗാരി, ശൃംഗരിക്കുക എന്ന് പറയില്ലോ, ശൃംഗരിക്കുക എന്ന വാക്കിൻ്റെ ശൃംഗാരൻ, ശൃംഗാരി. അല്ലെങ്കിൽ മൃദുല ഭാഷകൻ, സോഫ്റ്റായിട്ട് സംസാരിക്കുന്നവൻ, മൃദുല ഭാഷി, പേലവൻ, പേലവ എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പല വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ ഇതേ വാക്കുകൾ തന്നെ ഹെബ്രായ ഭാഷയിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഉപയോഗിച്ചിരിക്കുന്നു. അതിനാൽ ഭർത്താവിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് ഭാര്യ എന്ന് വിളിക്കപ്പെടുമെന്നും തർജ്ജമ ചെയ്യാം.
നരനിൽ എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് തർജ്ജമ ചെയ്യപ്പെടാം. ശൃംഗാരൻ എന്നവനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് ശൃംഗാരി എന്ന് തർജ്ജമ ചെയ്യപ്പെടാം. ഇല്ലേ? അങ്ങനെ പലതരത്തിൽ തർജ്ജമ ചെയ്യാവുന്ന ഒരു കവിതാശകലമാണ് ഈ നരനിൽ എടുക്കപ്പെട്ടത് നാരി എന്ന് പറയുന്നത്. പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ടവൾ പുരുഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതിന് വിവാഹം എന്ന് വിളിക്കാം. അപ്പോൾ ആ പുരുഷൻ ഭർത്താവും സ്ത്രീ ഭാര്യയുമായി അവർ ഒറ്റ മാംസമായി തീരുന്നു. ആ ഒറ്റ മാംസത്തിൽ നിന്ന് പുതിയ ജീവൻ ഉത്ഭവിക്കുന്നു. ഇതിനെയാണ് വിവാഹം ബൈബിളിലെ സങ്കല്പം. അപ്പോൾ ഇത് കുറച്ചുകൂടി നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോന്നിനെക്കുറിച്ചും കുറേ കൂടി വിശദീകരിച്ച് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഏറ്റവും ചുരുക്കി പറയുന്നത്. നിങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ പൊരുളുകൾ, ഈ ധ്വനികളൊക്കെ കുറച്ചുകൂടി വെളിപ്പെട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.